ഹായ് ചങ്കുകളെ, എന്തെങ്കിലും വിശേഷം? അപ്പൊ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കുള്ള സുഖം തന്നെ. അപ്പൊ ഇന്ന് നമുക്കൊരു ഓണക്കിന് വരാൻ പോണേ. അപ്പൊ നമുക്കൊരു സാമ്പാറിന്റെ റെസിപ്പി ആക്കാം. നമുക്ക് ഇതില് സാമ്പാർ ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കും. ഇപ്പൊ നമ്മളുണ്ടാക്കുന്ന കാര്യം കണ്ടല്ലേ, നമ്മൾ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മളുണ്ടാക്കുന്ന സാമ്പാർ എങ്ങനെ നമുക്ക് കാണിച്ചു തരാം. അത് സദ്യശൈലി സാമ്പാർ, നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പൊ ഇത്തവണ ഓണത്തിന് ഇങ്ങനത്തെ സാമ്പാർ ഉണ്ടാക്കി നോക്ക്. അടിപൊളി, ഞാൻ ഗ്യാരണ്ടി. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സാമ്പാറിന്റെ പരിപാടിയൊക്കെ നോക്കാം. ഇതിൽ നമ്മള് വറുത്തരച്ചിട്ടാണെങ്കിൽ രണ്ട് മല്ലിയും മുളകും വറുത്തരച്ചിട്ട് സാമ്പാർ, അടിപൊളി സാമ്പാർ. അപ്പൊ നമുക്ക് നേരെ മല്ലിയും മുളകൊക്കെ വറുക്കാണ്ട് നമ്മുടെ ചട്ടി ചൂടായി ലേശം വെളിച്ചെണ്ണ. നമ്മള് അധികം എന്നിട്ട് പറയാ സാമ്പാർ പൊടി ഇട്ടിട്ട് എളുപ്പ സാമ്പാർ, പക്ഷെ ഇത് ടേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. ഇപ്പം എണ്ണ കൂടെ ഉണ്ടാവും. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പൊട്ടി ഉലുവ നന്നായിട്ട് പൊട്ടണം. അപ്പം നമ്മുടെ വറുത്തരച്ച സാമ്പാർ. കായ നമുക്ക് കായയുടെ കട്ടയാണെങ്കിൽ ഇപ്പോൾ ഇട്ടാൽ മതിയായിരുന്നു, പക്ഷെ നമ്മൾ കായക്കട്ട നമുക്ക് പൊടിയൊന്നും കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഇടാം. 1 ടീസ്പൂൺ ഉഴുന്ന്. ഇതേപോലെ എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കുക അല്ലേ സാമ്പാർ. നമുക്കൊരു 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, നമ്മളെ വടപ്പരിപ്പ്. പരിപ്പ് ഉണ്ടാക്കാം. ഒന്ന് കുറവായിക്കോട്ടെ. ഈ ഓണത്തിന് വറുത്തരച്ച സാമ്പാറായിക്കോട്ടെ. എല്ലാവരും ഇതുപോലെ സാമ്പാർ വെച്ച് നോക്കാം. സാമ്പാർ കൂടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാണ്ട് അടുത്തൊരു ചേഞ്ച്. അപ്പൊ എല്ലാവരും ഇതുപോലെ സാമ്പാർ വെച്ച് നോക്കട്ടെ. നമ്മള് കടലൊക്കെ കുറവായി. നമുക്കിനി മല്ലി ഒരു 1/2 കപ്പ് മല്ലി. നമ്മൾ നേരത്തെ വറുത്ത കുറച്ച് കിട്ടാണ്ടിരിക്കാൻ. മല്ലി ചെറുതായിട്ട് മൂപ്പായിട്ട് മുളക് ഇട്ടണം. അപ്പോൾ അവിടെ മല്ലിയൊക്കെ ഏകദേശം കുറവായിരുന്നു. പിന്നെ മുളക് ഒരു 5-10 മുളക്. ഈ കാര്യം ആ കായം കുറച്ചിട്ട് ഒക്കെ ഏകദേശം കുറവായിട്ടുണ്ട്. നമ്മുടെ കായത്തിൻ്റെ കട്ടണമെങ്കിൽ കാഞ്ഞൂടെ മണമല്ലേ, അടിപൊളി. വേപ്പിലിട്ടോ ഈ ചൂടിൽ നമുക്ക് തീ ഓഫാക്കാം. ചൂടിൽ കിടന്നിട്ട് വേപ്പറ വാടിക്കോളും. ഇത് ചൂടാട്ടെ. എന്നിട്ട് പൊടിച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. കഷ്ണമില്ല, പരിപ്പ് ഒന്ന് വേവിക്കാൻ പറ്റുക. അധികം കഷ്ണം ഉപയോഗിക്കണില്ലല്ലോ. വെണ്ടക്കായ, മുരിങ്ങക്കായ, ഒരു കഷ്ണം മത്തങ്ങ, അത് നമ്മൾ തൊലി കളയാണ്ട്. പേരിന് തക്കാളി, ലേശം മല്ലിയില, അത്ര നമ്മൾ ഉപയോഗിക്കണുള്ളൂ. വാളംപുളി, അത് മെയിൻ സാധനം. 200 ഗ്രാം പരിപ്പല്ലേ. പരിപ്പില് പച്ചമുളക്, രണ്ട് പച്ചമുളക് കഴിഞ്ഞല്ലേ മതി. ഉപ്പിട്ട് വേവിക്കാം. നന്നായിട്ട് വെന്ത് തുടങ്ങട്ടെ. ഒരു കാര്യം ചെയ്യും, ഒരു വിസിൽ കേട്ടിട്ടേ അധികം ശരി. ഉപ്പ് ആവശ്യത്തിന്
പരിപ്പ് വയ്ക്കാൻ പറ്റിയ പരിപ്പ് ഒഴിക്കാം. പരിപ്പ് കൂടെ വേവട്ടെ നമുക്ക്. പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം ആദ്യം വേവിക്കല്ലേ ഞാൻ? ആദ്യം ഒഴിക്കാം. ഇതിൻ്റെ അടിയുണ്ടാവും, അതാണ് ആ കൈ. ലേശം മഞ്ഞൾപ്പൊടി, 1 സ്പൂണില്ല 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, സാമ്പാറിന് ആവശ്യമുള്ള ഉപ്പ്, കുറച്ച് കായം, ഒരു പൊടിക്ക് മുളക് പൊടി ഇടാം നമുക്കൊരു കളറിന്, 1 സ്പൂൺ മുളക് പൊടി, ലേശം കൂടി വെള്ളം വെച്ച പുളി വെള്ളം. നമ്മളെ പുളിയുടെ രണ്ടാമത് പുളി വെച്ച വെള്ളം. ഇനി ഇതൊന്ന് വേവിക്കുക. അപ്പം നമ്മൾ ഈ അടുപ്പിൽ പുളി പിഴിഞ്ഞ് പുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളക്കട്ടെ. ഇവിടെ പരിപ്പ് പോകാൻ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്തോ, ആ കഷ്ണം മുറിക്കാൻ നമുക്ക് വെണ്ടക്കായ കഴുകി വെച്ചാൽ നല്ലത്. ഇത് ഇതായിട്ടാ അപ്പം മത്തങ്ങ മുരിങ്ങക്കായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി അരഞ്ഞ നല്ല മണമുണ്ട്. എന്താ കൊതുക് തുടങ്ങി. കൊതുക് ചെറുതാക്കി. പരിപ്പ് അപ്പോൾ നമ്മളെ പരിപ്പ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കഷ്ണം ഇട്ടോ. മത്തങ്ങയും മുരിങ്ങക്കോലും. മത്തങ്ങ മുരിങ്ങക്കോല്, മത്തങ്ങ മുരിങ്ങക്കായ. ഇത് വിസിലൊന്നും ഇടണ്ട. ഇപ്പം നമ്മുടെ കഷ്ണങ്ങൾ സാധനങ്ങളൊക്കെ വന്നിട്ടില്ലേ? ഒരു കാര്യം ചെയ്തോ, ഇത് അങ്ങോട്ട് വെച്ചിട്ട് ഞങ്ങളുടെ തട്ട അടിപൊളി. തക്കാളി ഇട്ടോ. നമുക്ക് ഇനി വെണ്ടക്കായ വറുത്തിട്ടാ മതി. വെളിച്ചെണ്ണയിൽ വാട്ടിച്ചിട്ടാണ്. അല്ലെങ്കിൽ നൂല് കളക്കണ്ടേ. നമ്മുടെ സാമ്പാർ ഇനി നമുക്ക് അരച്ച് കറക്കാനകത്തേക്ക് ഒരു കഷ്ണം ശർക്കര കിടക്കട്ടെ, ഒരു മേമ്പൊടി, നമ്മൾ വറുത്തരച്ച മസാല, സാമ്പാർ മസാല അതൊഴിക്കാം. അവിടെ കിടക്കട്ടെ. ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. ആരും കാണാതെ
വെണ്ടക്കായ ഇടാം. ഇത് മുടിച്ചോ, തീ കുറച്ച് വെച്ച് മുടിച്ചോ. ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പൊ നമുക്ക് കടുവറ കുറച്ച് കടുക് ഇടാം. 1 ടീസ്പൂൺ ഉണ്ടാവും. ഒരു ലേശം ഉലുവ. കുറച്ച് വേപ്പില. നമ്മുടെ സാമ്പാർ ഫിനിഷായി. ഒരു തുണ്ട് മല്ലിയില. കുറച്ച് മല്ലിയില. അങ്ങനെ സാമ്പാർ റെഡി. നമ്മുടെ വറുത്തരച്ച സദ്യ സ്റ്റൈൽ സാമ്പാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ സാമ്പാർ അടിപൊളി. കൈ കടിച്ചും പോവും, തല തെറിച്ചു. ഓ അത്ര അടിപൊളിയാ. അതന്നെ. അപ്പൊ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കുക. ഓണത്തിനെല്ലാരും ഇതേപോലെ ഓണത്തിനെല്ലാവരും ഇതുപോലെ വെച്ച് നോക്ക്. എല്ലാവരും ഒരു ഇതുണ്ടാക്കും, പക്ഷെ പലരും പല ടൈപ്പിലുണ്ടാക്കും. പല ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും.